+2-നോ ഡിഗ്രിക്കോ 80% മാർക്കുള്ളവർക്ക് പകുതി ഫീസ് മാത്രം കൊടുത്താൽ മതി. ദാർനജാത്ത് പൂർവ്വ വിദ്യാർത്ഥികൾക്കും അതുപോലെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പ്രത്യേക ഫീസ് ഇളവുകളും ഇവിടെയുണ്ട്. ബിഗിൻ യുവർ ജേർണി അറ്റ് നജാത്ത് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കരുവരക്കുണ്ടു. കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് CPI വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ DE ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PM ബഷീർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കുടിയേറി വന്നവരാണ്. അതുകൊണ്ട് ഈ നാടിന്റെ പൈതൃകം എന്ന് പറയുന്നത് അത് സവർണ ഹൈന്ദവന് അവകാശപ്പെട്ടതാണ് ചിത്രീകരിക്കുന്ന കരിക്കുലത്തിലൂടെ, സിലബസിലൂടെ ആ സിലബസ് ഈ വിദ്യാർത്ഥികളെ ഒരു തലമുറയാകെ പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചരിത്രത്തെയാകെ വക്രീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് ഈ കഴിഞ്ഞ 6 കൊല്ലക്കാലം ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് PM ശ്രീ പദ്ധതി 2020 തുടക്കം കുറിക്കുന്നത്. ആ പദ്ധതി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുക വഴി ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന കുട്ടികൾ പഠിക്കേണ്ട സിലബസ് RSSന്റെ കാര്യാലയത്തിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചയോ ഒരു മാസം മുമ്പോ അല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയത്. 2020 മുതൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തും പുറത്തും ഏറ്റവും അധികം സമരം സംഘടിപ്പിച്ചുള്ള പാർട്ടിയാണ് നമ്മുടെ പാർട്ടി CPI. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിലപാട് ഈ കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന ആ സമയത്ത് പോലും 2021 മുതൽ എല്ലാ അധ്യയന വർഷവും സാധാരണ നിലക്ക് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിദ്യാഭ്യാസ മേഖല കിട്ടേണ്ട തുക കിട്ടണമെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടണമെന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ തിട്ടൂരത്തെ നഖശിഖാന്തം എതിർക്കാൻ ഇടതുപക്ഷം തയ്യാറായത്. ആ SSK ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ നിരവധി തവണയാണ് ആ സമയത്തെല്ലാം കേന്ദ്രമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും പോയി കണ്ടത്. പക്ഷെ അവരുടെയൊക്കെ ഡിമാൻഡ് ഈ പദ്ധതിയിൽ ഒപ്പിടണമെന്നായിരുന്നു. ഈ രാജ്യത്തെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കർണാടക ഉൾപ്പെടെ ഇതിന്റെ വക്താക്കളായി മാറിക്കൊണ്ട് ആ സംസ്ഥാനത്തെല്ലാം RSSന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. അവിടെയാണ് കഴിഞ്ഞ 6 മാസം മുമ്പ് ഇതിന്റെ ധാരണാപത്രം കേരള സംസ്ഥാനത്ത് ഒപ്പിട്ട സാഹചര്യത്തിൽ ആ ധാരണാപത്രം പിൻവലിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിൽ സമ്മതം ചെലുത്തിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ആ ധാരണാപത്രം പിൻവലിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് CPI പ്രതിഷേധ രംഗത്തിറങ്ങിയത്. പദ്ധതി നടപ്പാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ അടിയന്തരമായി പിന്മാറണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ് വണ്ടൂർ DE ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചത്. വണ്ടൂർ മണ്ഡലം സെക്രട്ടറി P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി O ഷിഹാബുദ്ദീൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ മാംബ്ര കോയ, CK ഷരീഫ്, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി കണ്ണിയൻ ഷൌക്കത്ത് അലി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.